നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇടവക്കൂറുകാരായ കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ അരനക്ഷത്രക്കാരുടെയും 2024 ജനുവരി മാസം 15-ാം തീയതി മുതൽ ഫെബ്രുവരി 13 വരെയുള്ള മകരമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇടവക്കൂറ് കാർത്തിക മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ അര. സർക്കാർ സംബന്ധിയായ ആനുകൂല്യങ്ങൾ പല വഴിയിൽ കൈവരിക്കുവാൻ അവസരമുണ്ട്. പെൻഷൻ കുടിശ്ശിക, ലോൺ, മറ്റാനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ലഭിക്കും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ അവസരമുണ്ടാകും. ഭൂമി സംബന്ധമായ ചില ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് സമയം അനുകൂലം. എന്നാൽ വ്യാഴം വ്യയസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ പണമിടപാടുകൾ, കൂട്ടുബിസിനസ്സുകൾ, കൂടുതൽ പണം മുടക്കൽ എന്നിവ താൽക്കാലികമായി ഒഴിവാക്കുന്നത് നല്ലതാകുന്നു. സന്താനങ്ങൾക്ക് പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് പണം ചിലവാക്കേണ്ടതായി വരും. അവർക്ക് ഗൃഹം വിട്ടുമാറി ദൂരെ പോകേണ്ടതായി വരും. ട്യൂഷൻ സെൻറ്റർ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആചാര്യസ്ഥാനം വഹിക്കുന്നതിന് അവസരമുണ്ട്. പൂജാരി, തന്ത്രിമാർ എന്നിവർക്ക് ഉന്നത സ്ഥാനലബ്ധിയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വ്യാഴൻ്റെ മറവു കാരണം ഗണിതം, സയൻസ് എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം. താൽക്കാലികമായി തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ അനുഭവപ്പെടും. കൃഷി, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് താൽക്കാലികമായി ചില നഷ്ടങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ അനുകൂല നേട്ടങ്ങൾ കൈവരിക്കാം. കാൽപാദവേദന, അസ്ഥിവേദന, അലർജി സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. വിഷ്ണുവിന് പാൽപ്പായസ നിവേദ്യം, ഹനുമാന് വടമാല, നവഗ്രഹ പൂജ എന്നിവ നടത്തുന്നത് ദോഷപരിഹാരമാകുന്നു.